ആദ്യം തന്നെ ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. ഇതിലൊരു അക്രാപ്പോവിച്ചിൻ്റെ എക്സോസ്റ്റ് സിസ്റ്റം കൂടി വരുന്നുണ്ട്. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മുംബൈയിലെ ദ ബൈക്ക് ഷോപ്പ് റേസിംഗ് എന്ന് പറയുന്ന മുംബൈ ഡോങ്ക്രിയിലുള്ള ഒരു കിഡിലൻ ഷോപ്പിലാണ് കേട്ടോ. ഒരുപാട് സൂപ്പർ ബൈക്സ്. എക്സാമ്പിൾ ഈ ഒരു BMW R80 കണ്ടോ. ഇങ്ങനെ കിഡിലൻ മുതലുകൾ, ഗോൾവിങ് ഒക്കെ രണ്ടെണ്ണം ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അങ്ങനെ ഒരുപാട് റെയർ ആയിട്ടുള്ള സൂപ്പർ ബൈക്സും അങ്ങനെ കുറേ സൂപ്പർ ബൈക്സും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അതിപ്പോൾ സൂപ്പർ സ്പോർട്ട് കാറ്റഗറിയിലാണെങ്കിലും സൂപ്പർ IDVയിലാണെങ്കിലും ടൂറേഴ്സിലാണെങ്കിലും അങ്ങനെ എല്ലാ കാറ്റഗറിയിലുള്ള ഇഷ്ടം പോലെ ബൈക്സ് ഇവരുടെ കയ്യിൽ ഇരിപ്പുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് കാണാം. നമ്മുടെ ഇതിന് മുൻപത്തെ വീഡിയോക്കൊക്കെ നിങ്ങൾ നല്ല സപ്പോർട്ടൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ മുംബൈയിലും ഡൽഹിയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടാവും കേട്ടോ. കാരണം ഇവിടെയൊക്കെ കുറച്ചുകൂടി ഒരു ബെറ്റർ ആയിട്ടുള്ള റേറ്റ് കിട്ടാറുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു റേറ്റ് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇവിടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 Z900s നല്ല ക്വാളിറ്റിയിലുള്ള Z900s ഇരിപ്പുണ്ട്. അപ്പോൾ ഇവരിവിടെ തന്നെ ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്തിട്ട് എല്ലാ വണ്ടിയും വെച്ചേക്കുന്നത് നല്ല ക്വാളിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ലൈറ്റ് ഫ്ലിക്കറിംഗ് ഉണ്ടാവും ഈ ഒരു ഇൻഡോർ ലൈറ്റ് ആയതുകൊണ്ട്. അപ്പോൾ അതൊന്നും എല്ലാവരും സദയം ക്ഷമിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. 20,700 കിലോമീറ്റർ ഓടിയ 2021 മോഡൽ. ഇത് 8,800 കിലോമീറ്റർ മാത്രം ഓടിയ 2021 മോഡൽ Z900 ABS. 9.25 lakhs 9.35 lakhs ആണ് ചോദിക്കുന്നത്. ആ ഗ്രീൻ കളർ കൊള്ളാം, ഇതും കൊള്ളാട്ടോ. ഇതാണ് കുറച്ച് ഓടിയിരിക്കുന്ന ഒരു ബൈക്ക്. അപ്പോൾ ഏകദേശം ഒരു 12 ലക്ഷം രൂപയ്ക്കൊക്കെ മുകളിൽ ഓൺ റോഡ് പ്രൈസ് വരുന്നൊരു ബൈക്കാണ് Z800 ABS. 2016 മോഡൽ, 3rd ഓണർ ബൈക്കാണ് കേട്ടോ. 23,000 കിലോമീറ്റർ ഓടിയൊരു ബൈക്ക്. 5.99 lakhs ആണ് ചോദിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കണ്ടീഷൻ തന്നെയാണ് കേട്ടോ പുറത്തുനിന്നൊക്കെ കാണുമ്പോൾ ഇതിൻ്റെയൊക്കെയുള്ള. അപ്പോൾ ഈ ഒരു ബൈക്കൊക്കെ നിങ്ങൾ വാങ്ങുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക. ഫുൾ ഡീറ്റെയിൽസ് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എല്ലാം ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം വാങ്ങാം. ഇറ്റാലിയൻ സൂപ്പർമാൻ നമ്മുടെ റെഡ് കളറിലുള്ള പാനിഗാല 959 ABS ഇരിപ്പുണ്ട്. 2016 2nd ഓണർ ബൈക്കാണ്. 9,900 കിലോമീറ്റർ ഓടിയിട്ടുള്ള ബൈക്കിന് ആസ്കിംഗ് പ്രൈസ് 12.99 lakhs ആണ്. അടുത്തൊരു ബൈക്കിലേക്ക് പോകണമെങ്കിൽ സാധാരണ നമുക്കിങ്ങനെ നാട്ടിൽ കിട്ടാൻ ഇത്ര ബുദ്ധിമുട്ടുള്ള ഐറ്റംസാണ് ഈ ഒരു ഡേറ്റോണ. ഇവിടെ എന്നാൽ ഡേറ്റോണ 3 എണ്ണം ഇരിപ്പുണ്ട്. 4 എണ്ണം ഉണ്ട് ആക്ച്വലി. അതിൽ ഒരെണ്ണം വിറ്റ് പോയെന്നാണ് പറഞ്ഞത്. ഒരു ബ്ലാക്ക് കളർ കിഡിക്കാച്ചൊരു ഡേറ്റോണ. നമുക്ക് അതിൻ്റെ ഒരു ബോൾട്ടോൺ സബ് ഫ്രെയിമിൽ ഉള്ള ഒരു റെഡ് കളറൊക്കെ കാണാം. ഇതിനൊരു എക്സോസ്റ്റ്, ആരോയുടെ ഒരു എക്സോസ്റ്റ് സിസ്റ്റം കൂടി വന്നിട്ടുണ്ട്. രക്ഷയില്ലാത്ത സാധനമാണ്. ഡേറ്റോണ 675R ABS 2017 മോഡൽ. 3 ഓണേഴ്സ് ഓൾറെഡി ആയിട്ടുണ്ട്. 23,000 കിലോമീറ്റർ ഓടിയ ബൈക്കിന് 8.99 lakhs ആണ് ആസ്കിംഗ് പ്രൈസ് കേട്ടോ. നെക്സ്റ്റ് ഇവിടെ വീണ്ടും ഒരു കിഡിലായിട്ടുള്ളൊരു അഗൈൻ ഒരു ബ്ലാക്ക് കളർ ഡേറ്റോണ ഉണ്ട്. കുറച്ച് കാർബൺ ഫൈബർ ടച്ചൊക്കെ ഇതിൽ ചെയ്തിട്ടുണ്ട്. 2015 മോഡലാണ്. 23,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെയിം 8.99 lakhs ആണ് ആസ്കിംഗ് പ്രൈസ്. ഇവിടെ ഒരു R1250 GS ഇരിപ്പുണ്ട്. GS അഡ്വഞ്ചർ ഇരിപ്പുണ്ട് നമുക്കിവിടെ. BMW നിന്നുള്ള അഡ്വഞ്ചർ ബൈക്സിൻ്റെയൊക്കെ ഒരു രാജാവായിട്ടുള്ളൊരു ബൈക്ക്. അതിലൊരു ടാഗ് ഇട്ടിട്ടില്ല കേട്ടോ. 2 ഹോണ്ട ഗോൾവിങ് നമുക്ക് കാണാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് ഞാൻ ചോദിച്ചിട്ട് എക്സാക്റ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നല്ല ക്വാളിറ്റിയിലുള്ള ബൈക്കാണ് കേട്ടോ. ഇത് 2018 ഡിസംബർ മോഡലാണ്. 3,800 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഈ ഒരു ബൈക്കിന് 37.75 ആണ് ആസ്കിംഗ് പ്രൈസ്. നല്ല ക്വാളിറ്റിയിലുള്ള ബൈക്കാണ്. കുറേ ആക്സസറീസൊക്കെ ഇതിൽ കയറ്റിയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു കവാസാക്കി വേഴ്സസ് 650 നമുക്ക് കാണാം. ഫസ്റ്റ് ഓണർ ബൈക്കാണ്. 5,200 കിലോമീറ്റർ ഓടിയുള്ളൂ. 6.75 lakhs ആണ് ഇതിൻ്റെ ഒരു ആസ്കിംഗ് പ്രൈസ് വിത്ത് ടോപ്പ് ബോക്സ്. ഇതിൻ്റെ ഒരു പുതിയ മോഡലിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 2024 ചേഞ്ചസ് ഒക്കെ പറഞ്ഞിട്ടുള്ളൊരു പുതുപുത്തൻ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മിഡിൽ വെയ്റ്റ് കാറ്റഗറിയിലുള്ള ഒരു ADV ആണ് നിങ്ങൾക്ക് വേണ്ടത്. അത്യാവശ്യം ഓഫ് റോഡ് ചെയ്യാനല്ലാതെ നിങ്ങൾക്ക് ഹൈവേ റൈഡിങ്ങിനൊക്കെ ഉള്ള ഒരു ADV വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ആലോചിക്കാം. 10 ലക്ഷം രൂപയോളം ഓൺ റോഡ് പ്രൈസ് വരുന്ന പുതിയ ബൈക്കിന് വരുന്നൊരു ബൈക്കാണ്. 6.75 നിങ്ങൾക്ക് വാങ്ങാം. ഒരു കിടുക്കാച്ചി 1800 cc ഒരു ബോക്സർ എഞ്ചിനോട് കൂടിയിട്ടുള്ള BMW R80 ഉണ്ട്. 2021 മോഡലാണ്. 16,50,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. 6,900 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഹാർലി ഡേവിഡ്സൻ്റെ 2 കിടുക്കാച്ചി ബൈക്സ് ആണ് കേട്ടോ. 3 എണ്ണം ഉണ്ട് ആക്ച്വലി. ഇത് റോഡ് കിങ് ആണ്. ഈ 2 സൈഡിലും ഇരിക്കുന്നത്
ഇതിൻ്റെ ഒരു ലോ റൈഡർ എന്ന് പറയുന്ന ബൈക്കാണ്. ABS മോഡലാണ്. 2018 23,200 കിലോമീറ്റർ ഓടിയ ബൈക്കിന് 10 ലക്ഷം രൂപയോളാണ് ആസ്കിങ് പ്രൈസ് കേട്ടോ. ഫുൾ ക്രോം എലമെൻസ് ഒക്കെ ഉള്ള കറക്റ്റ് ആ ഒരു ഹാർലി ഡേവിഡ്സൺ അമേരിക്കൻ ആ ഒരു ക്രൂസർ സ്റ്റൈലിംഗ് ഉള്ള ആ ഒരു ഫീല് നിങ്ങൾക്ക് തരുന്ന ബൈക്സാണ് ഇതൊക്കെ. അപ്പോൾ അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന ഈ റോഡ് കിങ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വലിയൊരു സ്ട്രീറ്റ് ഗ്ലൈഡൊക്കെ പോലെ അങ്ങനെ കുറേ കൂടി ഒരു കോണ്ടിനെൻറ്റ്സ് നിങ്ങൾക്ക് കീഴടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടൂററാണ്. നമുക്കൊരു ഗോഡ് വില്ലിങ്ങിൻ്റെ ഒക്കെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റും. അതുപോലെ ഒരു കിടിലൻ എഞ്ചിനായിട്ടുള്ള നമ്മുടെ ട്രയംഫ് റോക്കറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ CC എഞ്ചിനുള്ളൊരു ബൈക്കാണ് ഈ ഇരിക്കുന്ന ഒരു 1600 cc ഇൻലൈൻ 6 ആണത്. BMW K1600 എന്ന് പറയുന്ന 2018 മോഡല് തേർഡ് ഓണർ ബൈക്കാണ്. 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള 19.5 ലക്ഷം രൂപ ചോദിക്കുന്ന ഒരു ബൈക്കാണ് ആയിരിക്കുന്നത്. ഞാൻ ക്രൂസേഴ്സ് പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ അങ്ങ് പറഞ്ഞു പോയി എന്നേ ഉള്ളൂ. ആക്ച്വലി ഇവിടെ കുറച്ച് സ്പേസിൻ്റെ പ്രശ്നമുണ്ട്. അവിടെ നമുക്കൊരു R1250 GS അഡ്വഞ്ചർ വീണ്ടും ഇരിപ്പുണ്ട്. ഇവിടെ നമുക്കൊരു ബ്യൂട്ടിഫുൾ ആൻഡ് റെയർ കവാസാക്കി ZX 6R ഇരിപ്പുണ്ട്. നമുക്ക് അങ്ങനെയൊന്നും കാണാൻ കിട്ടാത്തൊരു കിഡിലൻ ഇൻലൈൻ 4 മുതലാണ് കേട്ടോ. അപ്പോൾ ഒരു കിഡിലൻ ബൈക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്നുള്ളത് ഞാൻ താഴെ ഇടാം കേട്ടോ. നിങ്ങൾക്കപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇവിടെ 2 10R ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസ് നിങ്ങൾക്ക് താഴെ കാണാവുന്നതായിരിക്കും. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഇടാം. ഈ ഒരു ഡൈറ്റോണ ആക്ച്വലി സെയിലായി പോയി എന്നാണ് പറഞ്ഞത്. ഇവിടെ വീണ്ടും നമുക്കൊരു 10R ഇരിപ്പുണ്ട്. രക്ഷയില്ലാട്ട് 2 3 10R ഒരു 6R അങ്ങനെ ഇഷ്ടം പോലെ ബൈക്സാണ് ഇവരുടെ കയ്യിലുള്ളത്. അങ്ങോട്ട് പോകാൻ നിവൃത്തിയില്ല. സത്യം പറഞ്ഞാൽ ഒട്ടും സ്പേസ് ഇല്ലാതിരിക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ പോയിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കാണിച്ച് തന്നേനെ. നമുക്ക് അവിടെ ഒരു ഹാർലി ഡേവിഡ്സൺ ഫാറ്റ് ബോബ് ഇരിപ്പുണ്ട്. 2018 മോഡലാണ്. 6400 കിലോമീറ്റർ ഓടിയ ബൈക്കിന് 12 ലക്ഷം രൂപയോളമാണ് ആസ്കിങ് പ്രൈസ്. വീണ്ടും അവിടെ ഒരു ഹാർലി ഫാറ്റ് ബോബ് അവിടെ ഇരിപ്പുണ്ട്. ഇപ്പോൾ റെയർ ബൈക്സിൻ്റെ കണക്കിലേക്ക് വരുമ്പോൾ ദാ ഇവിടെ ഒരു സുസുക്കി GSX R1000 ഇരിപ്പുണ്ട്. ഒരു പൊളി സാധനമാണ്, ഒരു രക്ഷയില്ല. ആദ്യം തന്നെ ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഞാനൊന്ന് കേൾപ്പിച്ച് തരാം. ഇതിലൊരു അക്രാപ്പോവിച്ചിൻ്റെ എക്സോസ്റ്റ് സിസ്റ്റം കൂടി വരുന്നുണ്ട്. കേട്ടല്ലോ, ഒരു രക്ഷയില്ലാതെ എക്സോസ്റ്റിനോട് കൂടിയിട്ടുള്ള ഒരു 1000 cc ഇൻലൈൻ 4 ബൈക്ക് നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ, നല്ല ക്വാളിറ്റിയിലുള്ള ബൈക്ക് വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാം. ഞാൻ എന്തായാലും ഈ ഒരു ബൈക്ക് ഷോപ്പ് റേസിങ്ങിൻ്റെ നമ്പറൊക്കെ താഴെ കൊടുക്കുന്നുണ്ടാവും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ വന്ന് ഈ ഒരു ബൈക്സ് കാണാം. അവരുടെ ഇഷ്ടം പോലെ ബൈക്സ് എല്ലാ സമയത്തും അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യണമെങ്കിൽ ബുക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് വന്ന് ഈ ഒരു വാഹനം വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങി വീട്ടിലെടുത്തുകൊണ്ട് പോകാമെന്നാണ് കേട്ടോ. അവിടെ നമ്മൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമുക്കിവിടെ ഒരു ഡുക്കാറ്റി ഡയവൽ കാണാം. ഇവിടെ ഒരു സുസുക്കി ഇൻട്രൂഡർ നമുക്ക് കാണാം. 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർ 2013 മോഡൽ ബൈക്കാണ്. 7.25 lakhs ആണ് ഇതിൻ്റെ ഒരു ആസ്കിങ് പ്രൈസ്. ഹെവി ബൈക്കാണ്, ഒരു രക്ഷയില്ല. ഇതിൻ്റെ ഒരു എക്സോസ്റ്റൊക്കെ പോയേക്കുന്നുണ്ടാവും, ഒരു രക്ഷയില്ലാത്തതായിട്ടാണിത്. അപ്പോൾ നമുക്ക് ഇവിടെ വീണ്ടും ഹാർലി ഡേവിഡ്സൻ്റെ ഒരു ലോ റൈഡർ കാണാം. 2018 മോഡൽ ഫസ്റ്റ് ഓണർ ബൈക്കാണ്. 10,200 കിലോമീറ്റർ ഓടിയിട്ടുള്ള ബൈക്കിന് 9.75 lakhs ആണ് ആസ്കിങ് പ്രൈസ്. അപ്പോൾ 10 ലക്ഷം രൂപയ്ക്ക് താഴെ ഈ ഒരു ലോ റൈഡറൊക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാം കേട്ടോ. ഹാർലി ഡേവിഡ്സണിൽ നിന്നുള്ള പ്രോപ്പർ ക്രൂസർ ബൈക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. ഇവിടേക്ക് വരുവാണെങ്കിൽ ഇതാ 1 2 3 ഹയാബൂസാസ് ഇരിപ്പുണ്ട്. റെഡ്, ഗ്രേ, ബ്ലാക്ക് ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം. എല്ലാ ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഇത് 2020 മോഡൽ സെക്കൻഡ് ഓണർ ബൈക്കാണ്. 13,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 14.75 lakhs ആണ് ഇതിൻ്റെ ഒരു ആസ്കിങ് പ്രൈസ്. വീണ്ടും നമുക്കൊരു ഹയാബൂസ ഇവിടെ 2014 മോഡലുണ്ട്. 15,300 കിലോമീറ്റർ ഓടിയിട്ടുള്ള ബൈക്ക്. ആസ്കിങ് പ്രൈസ് 12,49,000 രൂപയാണ്. നല്ല ക്വാളിറ്റി ഉണ്ട് ഈ ഒരു ബൈക്കിനൊക്കെ. അപ്പോൾ ഞാൻ ഈ ഒരു ഹയാബൂസയുടെ നിങ്ങൾക്ക് എക്സോസ്റ്റ് നോട്ട് കേൾപ്പിച്ച് തരാം. ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെയാണ് ഏറ്റവും മെയിനായിട്ട് ഇരിക്കുന്നത് S1000RR ABS Pro സ്പോർട്ട് എഡിഷനാണ്. നമുക്ക് ആ ഒരു സ്പോർട്ട് എഡിഷൻ്റെ ആ ഒരു കളർ സ്കീമൊക്കെ നമുക്കിവിടെ കാണാം. ഫസ്റ്റ് ഓണറാണ്. 2020 ബൈക്കാണ്. 8,500 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഏകദേശം 24 ലക്ഷം രൂപയാണ് ഈ ഒരു ബൈക്കിൻ്റെ ആസ്കിങ് പ്രൈസ് വരുന്നത്. ഒരു രക്ഷയില്ലാത്ത മുതലാണ്. ഇതിൽ ചെറിയ എക്സ്ട്രാ ഈ ഒരു വിങ് ലൈറ്റ്സൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അതിലൊരു കാർബൺ ഫൈബർ ഫിനിഷൊക്കെ അവർ ചെയ്തേക്കുന്നതാണ് എക്സ്ട്രാ ആയിട്ട്. ബാക്കി ഒരു രക്ഷയില്ലാത്ത ഫിനിഷിലുള്ള ഒരു കിഡിലൻ ബൈക്കാണ് ഈ പറയുന്ന S1000RR കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടി എക്സോസ്റ്റ് നോട്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം.
അപ്പോൾ നമ്മുടെ ഈ ഒരു 6R പ്രൈസ് പറയുന്നത് 10,70,000 ആണ്. ഈ 10R പോവുകയാണെങ്കിൽ ഇത് ഏകദേശം 13,70,000 രൂപയ്ക്കും ആ ഒരു ബൈക്ക് 17 lakhs ആ ഒരു റേഞ്ചിലും നമുക്കിവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ബൈക്സും ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത കളക്ഷനാണ്. ഇവരയിൽ വേറെയും ബൈക്സ് ഉണ്ട്, വേറെ ഒരു ഷോറൂം കൂടി ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ കിടിലൻ കളക്ഷനൊക്കെയുള്ള ഈ ഒരു ഷോറൂമിൻ്റെ ഈ ഒരു വീഡിയോയും ഈ ഒരു ബൈക്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഊദ ബൈക്കിൽ ഇസ് ഓൾ അബൌട്ട് 2 wheels ആൻഡ് ദ ജേണീസ് എന്നാണ്. നമ്മളിങ്ങനെ കുറേ ബൈക്സിൻ്റെ ഷോറൂംസും അതുപോലെ ബൈക്ക് റിവ്യൂസും ട്രാവൽസൊക്കെയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് എനിക്ക് ഈ ഒരു ഇതിലെ ഡയറ്റോണാസും അങ്ങനെ കുറച്ച് റെയർ ആയിട്ടുള്ള ബൈക്സ് കണ്ടിട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ഇങ്ങനെ കാണാൻ കിട്ടുന്ന ബൈക്സ് അല്ല ഈ ഒരു R18 അതുപോലെ ഈ സുസുക്കി GSX 1000R അപ്പോൾ അങ്ങനെയുള്ള കുറേ ബൈക്സ്, അതുപോലെ 6R വളരെ റെയർ ആയിട്ടുള്ള ബൈക്കാണ്. നമ്മൾ ഷോറൂമിൽ പോലും നമ്മൾ പുതിയ ബൈക്ക് തന്നെ അവർ ഓർഡറിൻ്റെ മേളിൽ മാത്രമാണ് വരിക, അല്ലാതെ നമുക്കങ്ങനെ കാണാൻ കിട്ടുന്നൊരു ബൈക്കല്ല ഇതൊന്നും. അപ്പോൾ ഇങ്ങനെ കുറേ റെയർ ബൈക്സൊക്കെ എത്തിച്ച് തരാൻ പറ്റിയെന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നവരായിരിക്കും. റൈഡ് സേഫ്, ഹെയിൽ ബൈക്കേഴ്സ്, ബൈ.